എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോത്സാഹനങ്ങളാണ് കൂടുതലെന്ന് പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എൻ്റെ ഫാമിലിയുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ അവരാരും ഇപ്പോൾ ഇങ്ങനെ അസുഖമുള്ള ഒരാളാണ് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു ആളാണ് എന്ന രീതിയിൽ തന്നെ എപ്പോഴും ഒരു സമയത്ത് തന്നെ ആ രീതിയിൽ തന്നെ കണ്ടിട്ടില്ല. ഉമ്മ പറഞ്ഞത് അത് ഇനി നിർത്തിക്കോ, അത് വേണ്ട, കാരണം അന്ന് നമ്മുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം കണ്ടിട്ടാണ് അത് പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആയിരുന്നില്ല. അത് ഈ ഒരു കാര്യം നോർമലായിട്ടുള്ള ഒരാളെ പോലെ അല്ല ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ മറക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ പെയിന്റിങ് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്, അതിൻ്റെ ഒരു ഫിനിഷിങ്. ഫാത്തിമയുടെ ലോകം വന്നു കയറിയത് എങ്ങനെയാണ്? ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അന്ന് ഞാനൊരു NGO-യിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഫാത്തിമ കമൻറ്റ് ചെയ്യും. നേരിൽ ഞങ്ങൾ കാണുന്നത് എയർപോർട്ടിൽ വെച്ചതാണ്, നിക്കാഹിൻ്റെ അന്ന് രാവിലെ. ഭരണാധികാരിയെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായും. എപ്പോഴെങ്കിലും കാണുമ്പോൾ എനിക്ക് അവർക്കൊരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ അവരുടെ ഒരു പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങിയത്. അത് അന്ന് വരെ ഞാൻ വരച്ചതിൽ ഏറ്റവും വലിയ വർക്കായിരുന്നു. ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂക്ക ആ ഷട്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്യാനൊരു പോർട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ പോർട്രേറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു മാസത്തോളം എടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ കാണുന്ന ഒരു മുഖമാണ്. ഭയങ്കര അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 10 മിനിറ്റാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ആ 10 മിനിറ്റിൽ A to Z കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എങ്ങനെയാണ് അസുഖത്തിൻ്റെ കാര്യങ്ങൾ, ആർട്ടിൻ്റെ കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് മോൻ്റെ കാര്യങ്ങൾ, ദുബായിൽ എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം ചോദിച്ചു. മലപ്പുറം കോട്ടക്കുന്ന് എന്നൊരു സ്ഥലത്തു നിന്നൊരു കലാകാരൻ, ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളെയും പോലെ ഓടി നടന്ന് മാതാപിതാക്കളുടെ മുന്നിൽ കളിച്ചൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തളർന്നു വീഴുന്നു. മസ്കുലർ അട്രോഫി എന്നൊരു രോഗം. അതിനെല്ലാം തോപ്പിച്ച് ഇന്ന് വരകളുടെ ലോകത്ത് ഒരു വലിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. സ്വാഗതം ചെയ്യാം ജസ്ഫറിനെ. എപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു രോഗം റെക്കഗ്നൈസ് ചെയ്തത്? 5-ാമത്തെ വയസ്സിലാണ് ചെറിയ പ്രയാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് പാരൻസ്. അപ്പോൾ അന്ന് മുതൽ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി. നോർമലായിട്ടുള്ളൊരു കുട്ടിയെ പോലെ അല്ല സ്റ്റെപ്പെല്ലാം കയറുന്നത്. എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നേണ്ടി വരികയാണെങ്കിൽ ഓടി കളിക്കുമ്പോഴും ഒക്കെ ചെറിയ പ്രയാസങ്ങൾ മാതാപിതാക്കൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഡയഗ്നോസ് ചെയ്യാൻ 10 വയസ്സ് വരെ വേണ്ടി വന്നു. പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്തു. അതിങ്ങനെ നടക്കാൻ ഒട്ടും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഞാനൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഏജിൽ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും നമുക്കറിയില്ലല്ലോ. പിന്നീട് 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടും നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ പഠനമൊക്കെ നിർത്തേണ്ടി വന്നു. വീട്ടിൽ തന്നെ നമ്മുടെ എല്ലാ ലോകവും വീടിനകത്ത് തന്നെ. അപ്പോഴും വരയ്ക്കുമായിരുന്നു, കൈ കൊണ്ട് തന്നെ വരയ്ക്കും. 10 വയസ്സ് വരെ ആ ചെറുപ്പപ്രായത്തിൽ തന്നെ കൈ കൊണ്ട് വരയ്ക്കുമായിരുന്നു? ഞാൻ കൈ കൊണ്ട് വരയ്ക്കുമായിരുന്നു. പെയിൻറ്റിങ്ങിനോടും വരയോടും. മത്സരങ്ങൾക്ക് ആ സമയത്ത് പോയിട്ടുണ്ടോ? ആ ചെറിയ രീതിയിലൊക്കെ മത്സരം. അത്ര ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒന്നുമല്ല, എന്നാലും താല്പര്യമായിരുന്നു ഭയങ്കര ഒരു. പിന്നീട് വീട്ടിൽ തന്നെ ഇരിക്കലായപ്പോൾ നമുക്ക് വായിക്കാനാണ് തുടങ്ങിയത്. ആദ്യം വായന ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡയറിയൊക്കെ എഴുതായിരുന്നു. പിന്നെ വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ ഒരു ഘട്ടത്തിലാണ് വരയിൽ കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങിയത്. കാരണം അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഒരുപാട് ടൈം ഫ്രീ ആയിട്ടുണ്ട് വീട്ടിൽ തന്നെ ഇരിക്കല്. അപ്പോൾ അതിൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചു. അതാണ് എൻ്റെ ഒരു കരിയർ എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു ഘട്ടത്തിലുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ പെയിൻറ്റിങ് തന്നെ ശ്രദ്ധിച്ചു. പക്ഷെ അപ്പോഴും കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറുകയാണ്. പിന്നീട് അങ്ങനെ കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ആയപ്പോൾ പിന്നെ അതും നിർത്തി, പെയിൻറ്റിങ്ങും നിർത്തിയിരുന്നു. പിന്നെ ഈ വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം എഴുതാനാണ് പഠിച്ചത്. വായിൽ പെൻസിൽ വെച്ചിട്ട് മലയാള അക്ഷരങ്ങളും ഇംഗ്ലീഷിൽ എഴുതാൻ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ആ എഴുത്താണ് പിന്നീട് പെയിൻറ്റിങ്ങിലേക്ക് വീണ്ടും അതിൻ്റെ അത് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. കണ്ണിനെല്ലാം പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ഈ വരച്ച് നമുക്കൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് ലെവലിലെത്തുമ്പോൾ ആ ഒരു പ്രയാസങ്ങളൊക്കെ അതൊരു സന്തോഷമായിട്ട് മാറുമായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം ആ ഒരു അവസ്ഥയിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതൊരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അന്ന് തന്നത്. പിന്നെ എന്ത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്?
ഓട്ടോബയോഗ്രഫി ആയിരുന്നു കൂടുതൽ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ, അതുപോലെ സ്റ്റീഫൻ ഹോക്കിൻസ്. സ്റ്റീഫൻ ഹോക്കിൻസ്, സ്റ്റീഫൻ ചാർലി ചാപ്ലിൻ. ഹോക്കിൻസിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ആദ്യമായിട്ട് TV കാണുമ്പോൾ ഏതെങ്കിലും ഒരു പ്രായത്തിലായിരിക്കുമല്ലോ, ഏത് പ്രായത്തിലാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യയിൽ അദ്ദേഹം വന്നൊരു സമയത്ത് ന്യൂസിലെല്ലാം കാണിച്ചു. അന്നേരം അത്ഭുതമായി, ആ സ്വയം മോട്ടിവേറ്റ് ആയി. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തെ പോലെ ഒരാള് വീൽ ചെയറിൽ ഇരുന്നോട് സ്വന്തമായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നോളജി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ളത് റീഡ് ചെയ്ത് അതൊരു വോയിസ് ആയിട്ട് വരികയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണ് അന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മളെക്കാൾ എത്രയോ പ്രായം ഉള്ള ആളാണല്ലേ, നമ്മളെക്കാൾ ഒരു കുറെ 20-30 വർഷം പുറകോട്ട് അതിനു മുമ്പ് ജനിച്ച ആള് ഈ ലോകത്തെ മൊത്തം. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ലോകം കാത്തിരിക്കുക, അങ്ങനെ എന്താണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒരു മനുഷ്യന്റെ ഒരു ഏതൊരവസ്ഥയിലാണെങ്കിലും അവന് ചെയ്യാനുള്ളത് ലോകത്ത് ചെയ്തിട്ടാവും പോകുന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണത്. തീർച്ചയായിട്ടും നമുക്ക് അന്നൊരു വലിയൊരു അത്ഭുതത്തോടെയാണ് അത് അന്ന് കണ്ടത്. അന്ന് ഇന്ത്യയിൽ കുറച്ചൊരു വിസിറ്റിന് വന്നൊരു സമയം ഉണ്ടായിരുന്നു. TV-യിലെല്ലാം നിറഞ്ഞു കയറുന്നത് അദ്ദേഹം. ഈ പ്രോത്സാഹനങ്ങളാണോ ഏറ്റവും കൂടുതൽ കിട്ടിയത്, അത് അനുകമ്പയുള്ള നോട്ടങ്ങളാണോ? രണ്ടും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോത്സാഹനങ്ങളാണ് കൂടുതൽ എന്നുള്ളതാണ്. എൻ്റെ ഒരു പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എൻ്റെ ഫാമിലിയുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവരാരും ഇപ്പോൾ ഇങ്ങനെ അസുഖമുള്ള ഒരാളാണ്, വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു ആളാണ് എന്ന രീതിയിൽ തന്നെ എപ്പോഴും ഒരു സമയത്ത് തന്നെ ആ രീതിയിൽ തന്നെ കണ്ടിട്ടില്ല. ഇപ്പോൾ വീട്ടിലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ, കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഒക്കെ ഞാൻ മുമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോത്സാഹനമായിരുന്നു. ആരും എന്നെ ഒരു അസുഖക്കാരനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾ എന്ന രീതിയിലൊന്നും എനിക്കങ്ങനെ ഒരു ഉണ്ടായില്ല. പക്ഷെ ചില ആളുകൾ വീട്ടിൽ ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ പല ആളുകളുടെയും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വിഷമം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അത് അവരുടെ അറിവില്ലായ്മ എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് അതിനേക്കാളും ഒരു ഭാഗത്തും നമുക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കിട്ടുന്നുണ്ട്. അപ്പോൾ ചില ആളുകളുടെ അത് അവരുടെ ഒരു കുറവായിട്ടും ഞാനത് നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആ സിറ്റുവേഷനൊക്കെ. എനിക്കങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പേഴ്സണലായിട്ടൊന്നും ഒരിക്കലും എന്നെ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല അതൊന്നും. വരകൾ കൊണ്ട് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ സാധിക്കാറുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീൽ എന്താണ്? എനിക്ക് പേഴ്സണലായിട്ട് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് ഒരു ആർട്ട് എന്നുള്ളത്. അത് കാരണം മറ്റെന്തിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് എൻ്റെ ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു നല്ലൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും എൻ്റെ ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് ആണെങ്കിലും, ഇപ്പോൾ ദുബായ് പോലൊരു നഗരത്തിൽ ഞാനിപ്പോൾ 3 മാസമായി വന്നിട്ട് ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മാറി ഇത്രയും സമയം ഇവിടെ നിൽക്കാനും എല്ലാത്തിനും ഒരു നോർമലായിട്ടുള്ള ഒരാളെ എങ്ങനെയാണോ ലോകത്ത് എങ്ങനെയാണോ ജീവിക്കുന്നത്, നമ്മളുടെ ഒരു സ്ഥാനം സമൂഹത്തിലോ അത് ഉണ്ടെന്നോ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാനും എല്ലാത്തിനും എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുള്ളത് എൻ്റെ വരയിലൂടെ. ഈ സ്കൂളിലൊക്കെ ആദ്യകാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുടെ ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എല്ലാവരും അധികം ആളുകളായിട്ടും കണക്ഷൻ ഉണ്ട്. ഒരു സക്സസ് മാൻ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകളോട് പറയുന്ന ഉപദേശം എന്തായിരിക്കും? നമുക്കങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു സക്സസ് മാൻ എന്നുള്ളത് ഞാൻ ഒരിക്കലും അവകാശപ്പെടും. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ഉണ്ട്, ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഞാനിപ്പോഴും ജീവിക്കുന്നതും. ഓരോ ദിവസവും നമ്മൾ എണീക്കുമ്പോൾ അന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്നൊരു തോന്നലുണ്ട്. സക്സസ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മറ്റുള്ളവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലാണ് ഞാൻ എൻ്റെ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് വരെയാണ്, എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. എനിക്ക് ആളുകളെ കാണാതിരിക്കാൻ കഴിയില്ല. ഞാൻ വൈഫിനോട് പറയുക, ഇപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പുറത്ത് ദുബായിയുടെ ഒരു പ്രത്യേകത അറിയാലോ, ഒരു തെരുവിൽ നിന്ന് കഴിഞ്ഞാൽ ഫുട്പാത്തിലൂടെ പോകുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യത്തിലെയും ആളുകൾ, ആ ഒരു വംശത്തിൽപ്പെട്ട ആളുകൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ഭയങ്കര സന്തോഷം തരും, ആളുകളെ കാണുക, അവരായിട്ട് സംസാരിക്കുക. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ കൂടുതലായിട്ട് സമയം ചെലവഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് തന്നെയാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. ഏത് വയസ്സിലാണ് ആദ്യമായി കേരളം വിട്ട് യാത്ര ചെയ്തത്?
ഒരു 20-ാമത്തെ വയസ്സിലാവും. എങ്ങോട്ടായിരുന്നു? അത് എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ. എന്തിന്? MFPA ഞങ്ങളുടെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോകുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നെക്കാളും മോശം കണ്ടീഷനിലുള്ള പല ആളുകളും അന്ന് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എന്നെ ഒരുപാട് നമുക്ക് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. അവർ എല്ലാ തരത്തിലും ഒരു നോർമലായിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ ലോകത്ത് ജീവിക്കുന്നത്, എങ്ങനെയാണോ സഞ്ചരിക്കുന്നത്, നമ്മളെ ശീലങ്ങളും ദുശീലങ്ങളും ഒക്കെ ഇപ്പോൾ എല്ലാം അടങ്ങിയതാണ് ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് തന്നത് ആ ഒരു യാത്രയാണ്. കാരണം അതിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള ആളുകളല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള കലാകാരന്മാരുണ്ടായിരുന്നു അന്ന് ആ ഒരു മീറ്റിങ്ങിൽ. അപ്പോൾ അത് അന്ന് അവരുമായിട്ടുള്ള സംസാരങ്ങളും അവരെ ഒരാഴ്ചയോളം അവരോട് കൂടെയുള്ളൊരു ആ ദിവസങ്ങളൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി. ഈ സിനിമ പോലുള്ള മാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ ആദ്യമായി വന്നത് വരയായിരിക്കും. ചിത്രങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ സമൂഹം ആദ്യം സംവേദിച്ചത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ചെറിയ ഫ്രെയിമിൽ ഒരു വലിയ കഥ പറയാൻ സാധിക്കും. അപ്പം എങ്ങനെയാണ് അത് ഒരു മനുഷ്യൻ അനായാസമായി അവൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ജോലി നിങ്ങൾ പല്ലിൻ്റെ ഇടയിൽ കടിച്ചു പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം സ്ട്രെയിൻ ഉണ്ട്, അത് കഴിഞ്ഞത് കാണുമ്പോൾ മറ്റൊരാൾ ആ അർത്ഥം മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമുക്കെപ്പോഴും ഒരു കഥ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ളൊരു ഫീലിങ്സ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ അതിനൊരു രൂപം കൊടുക്കാനാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച അത്ര അർത്ഥത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ അതിൻ്റെ മുകളിൽ ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്ത പല വർക്കുകളും നല്ല രീതിയിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ വരയ്ക്കുക എന്നുള്ളത്, പെയിൻറ്റിങ് ചെയ്യുക എന്നുള്ളതൊക്കെ അതൊരു എൻ്റെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല എന്ന് തോന്നുന്നു എനിക്ക്. നമ്മളിലൂടെ അതങ്ങനെ സംഭവിക്കുന്നതാണ് അത്രമാത്രം. അതിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചില ആളുകൾ പറ്റുന്നൊരു കൈ കൊണ്ട് ചെയ്യുന്നു, എന്നെപ്പോലെ ഒരാൾ ചിലപ്പോൾ അത് വായ കൊണ്ട് ചെയ്യുന്നു, വായ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ കാലുകൊണ്ട് ചെയ്യുന്നവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു. അപ്പോൾ അതിന് നല്ല രീതിയിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ അഭിപ്രായങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷം തന്നെ. എത്രമാത്രം സ്ട്രെയിൻ എടുത്താണ് വരയ്ക്കുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യം, തുടക്ക സമയത്ത് എനിക്ക് ഈ കണ്ണിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അത്ര അടുത്താണ് ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ചെറിയ ബ്രഷുകളാവും. അപ്പോൾ നമ്മൾ ചെറിയ 0 പോയിൻറ്റ് ബ്രഷിൻ്റെ ഒക്കെ, അത് പെയിൻറ്റിങ് ചെയ്യുന്നവർക്കറിയാം, 0 പോയിൻറ്റ് ബ്രഷിൻ്റെ രണ്ടറ്റും കൂർത്തിരിക്കും. വായിൽ വെക്കുന്ന ഭാഗം കൂർത്തിട്ടിരിക്കും. അപ്പം അന്ന് അത് എന്തെങ്കിലും സേഫ്റ്റിയിൽ ചെയ്യണം എന്നുള്ള ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വായിൽ വെച്ചിട്ട് ബ്രഷ് പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ബോർഡിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അതിൻ്റെ ഒരു അകലം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഈ ബ്രഷിൻ്റെ ഒരറ്റം അതിൽ കുത്തിപ്പോയി, ബോർഡിൽ കുത്തിപ്പോയി. അങ്ങനെ ഇത് ശരിക്കും വായിൽ തട്ടി ചോര വന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു തുടക്ക സമയത്ത്. അങ്ങനെ 10-15 വയസ്സിലല്ലേ? അല്ല 15 വയസ്സിന് ശേഷം. 15 വയസ്സിന് ശേഷം ഈ ഇങ്ങനെയുള്ള വായന ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഉമ്മ പറഞ്ഞത് അത് ഇനി നിർത്തിക്കോ, അത് വേണ്ട. കാരണം അന്ന് നമ്മുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം കണ്ടിട്ടാണ് അത് പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആയിരുന്നില്ല. അത് ഒക്കെ ഈ ഒരു കാര്യം നോർമലായിട്ടുള്ള ഒരാളെ പോലെ അല്ല ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു തരത്തിലുണ്ടാവാം. നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലല്ല, തുടക്ക സമയത്തും കൂടിയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളതുണ്ട്. പിന്നെ കണ്ണിൻ്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് പിന്നെ കുറേ സമയം ഒരേ പൊസിഷനിൽ ഇരിക്കേണ്ടി വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മറക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ പെയിൻറ്റിങ് നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്, അതിൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. നമുക്ക് കഴുത്ത് വേദനിക്കില്ലേ കുറേ? അതൊക്കെ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും. ക്യാൻവാസ് ഫിക്സ്ഡ് തന്നെയല്ലേ? ഫിക്സ്ഡ് ആണ്. നിങ്ങൾ മൂവ് ചെയ്യും? അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിന് കുറച്ച് നേരം അകന്ന് വന്നിരുന്ന് നോക്കും, അത് ബാക്കിലേക്ക് പുറകിലേക്ക് വന്നിരിക്കും. ആദ്യ കാലത്തിൽ സഹായിക്കാൻ ആരാ? സഹോദരങ്ങൾ ആരെ കൂടെ? ഉമ്മ, ഉപ്പ, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സഹോദരൻ സഹോദരി ഉണ്ടായിരുന്നു.
എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അത് ദൈവത്തിനോട് ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നത്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും. ജസ്ഫറിൻ്റെ ലോകത്തേക്ക് ഫാത്തിമയുടെ ലോകം വന്നു കയറിയത് എങ്ങനെയാണ്? ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അന്ന് ഞാനൊരു NGOയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഫാത്തിമ കമൻറ്റ് ചെയ്യും. വെറുതെ കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും അവൾക്ക് താല്പര്യമാണ് അങ്ങനത്തെ വിഷയങ്ങളോടൊക്കെ. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ പരസ്പരം ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കും. അവൾ കവിതയും കാര്യങ്ങളൊക്കെ എഴുതുന്നതുകൊണ്ട് പെയിൻറ്റിങ്ങും ഈ വരികളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കുറേ സമയം സംസാരിക്കും ഓൺലൈനും. ആ സംസാരം പിന്നെ ഒരു ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഇഷ്ടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു, അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ അത് ഒരു ഘട്ടത്തിൽ എല്ലാവരുടെയും സമ്മതത്തോടെയും സമ്മതമില്ലാത്തവരുടെയും ഒക്കെ എന്താ പറയുക, അങ്ങനെ ഒരു ഘട്ടത്തിൽ അതങ്ങനെ സംഭവിച്ചു പോയി. കലകളുടെ ഒത്തുചേരലാണല്ലേ? ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്, ഒരു വർഷം ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവൾ ഒമാനിലായിരുന്നു ആ സമയത്ത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, നേരിൽ ഞങ്ങൾ കാണുന്നത് എയർപോർട്ടിൽ വെച്ചതാണ്, നിക്കാഹിൻ്റെ അന്ന് രാവിലെ. അവിടെ വന്ന് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, അവളൊന്ന് വർക്ക് ചെയ്യാണ് ഒമാനിൽ, എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവളുടെ എല്ലാവരും ഫാമിലിയും കാര്യങ്ങളും, ഉമ്മയും ഉപ്പയും അവളുടെ സഹോദരങ്ങളും സഹോദരിമാരും എല്ലായിട്ടും അവൾ ഒമാനിൽ വർഷങ്ങളായിട്ട് അവിടെയാണ് സെറ്റിൽ ചെയ്ത ഫാമിലിയാണ് അവർ. അപ്പോൾ ഇങ്ങനൊരു ഞങ്ങളുടെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു പറിച്ചു നടുക എന്നുള്ള രീതിയിലാണ് ശരിക്കും അവൾ വരുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള റിസ്ക് കാര്യങ്ങളെല്ലാം അവൾ സ്വയം ഏറ്റെടുത്ത് വന്നു എന്ന് തന്നെ പറയാം. ഇപ്പം ഈ വരകളുടെ ലോകത്ത് ഫാത്തിമയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? നമുക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കവിത എഴുതി തരുമോ? അങ്ങനെയില്ല. എനിക്ക് എല്ലാ സമയത്തും ഒരാൾ ഒപ്പം വേണം, കളറെല്ലാം എടുത്ത് തരാനും മറ്റ് സെറ്റ് ചെയ്യാനെല്ലാം. ആ സമയത്ത് എനിക്കറിയില്ല, എല്ലാവരുടെ അനുഭവം എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര സെൻസിറ്റീവാകും. ഇങ്ങനെ ഒരു പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കും ദേഷ്യം വരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. പിന്നെ അത് ഇങ്ങനെ ആലോചിക്കും, എന്തിനാപ്പോൾ ദേഷ്യപ്പെട്ട്. അതെല്ലാം മനസ്സിലാക്കി ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാൾ. കാരണം അതിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഏതൊരാൾക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഈ ഒരു ലൈഫിൻ്റെ ഭാഗമാണ് തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യം ഇതൊരു പാഷനായി, ഇപ്പോൾ അത് പ്രൊഫഷനായി, പെയ്ഡായി. ആ മാറ്റം എന്ന് പറഞ്ഞേ. അത് നടക്കുന്നത് MFP, ഞങ്ങളുടെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അന്ന് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 25ഓളം പേരാണുള്ളത്. വേൾഡ് വൈഡായിട്ട് 800ഓളം കലാകാരന്മാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കമ്പനികളുടെയൊക്കെ വർക്കുകൾ വരും. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡായിട്ടും കലണ്ടറുകളായിട്ടും എല്ലാം ഇത് പ്രിൻറ്റിങ് മെറ്റീരിയലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് MFP. അങ്ങനെയാണ് നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയിലും കൂടെ അതായി മാറുന്നത്. അതുപോലെ കോർപ്പറേറ്റ്സിൻ്റെ വർക്കുകൾ വരാറുണ്ട് MFP. പിന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങളിൽ നിന്നും അതുപോലെ അവരിൽ നിന്ന് പിന്നെ ഒരുപാട് നമ്മുടെ റെഫറലായിട്ടും അങ്ങനെയൊക്കെ കുറേ വർക്കുകൾ വരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് അവർ പേ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം. കിട്ടിയ അവാർഡുകൾ, അച്ചീവ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? MFPൻ്റെ 2019 ഏറ്റവും നല്ല പെയിൻറ്റിങ്ങിനുള്ള അവാർഡാണ്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം. അത് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും പെയിൻറ്റിങ് അവർ വാല്യുവേഷൻ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു പെയിൻറ്റിങ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കഥകളിയുടെ ഒരു പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് എടുത്തു പറയാവുന്നൊരു അവാർഡുള്ളത്. സർറിയലിസമായ പെയിൻറ്റുകൾ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആദ്യഘട്ടത്തിലെല്ലാം നമുക്ക് എങ്ങനെയാണോ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടു വരയ്ക്കായിരുന്നു ആദ്യം? റെഫറൻസ് നോക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പോർട്രേറ്റ്സ് ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ്. സർറിയലിസം എന്ന് പറയുന്നത് ഇമാജിനറി സാധനമാണ്. അത് നമുക്ക് എങ്ങനെയാണോ സ്വപ്നം കാണുന്ന പോലെയൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്തിരുന്ന അതായിരുന്നു. പക്ക ഫോട്ടോ നോക്കി കോപ്പി ചെയ്യും. നമുക്ക് പോർട്രേറ്റ്സ് ആണെങ്കിലും
ലാൻഡ്സ്കേപ്പൊക്കെ. പിന്നെ അബ്സ്ട്രാക്ട് ഉള്ള രീതിയിലായി മാറി. ഇപ്പോൾ അതുപോലെ സർറിയലിസം അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നു. അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് അബ്സ്ട്രാക്ട് രീതിയിലാണ്. അതായത് നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ താല്പര്യങ്ങളാവും, അത് ഇനിയും മാറാം ചിലപ്പോൾ. ഇപ്പോൾ കൂടുതലും അബ്സ്ട്രാക്റ്റാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പോർട്രേറ്റ്സിനുള്ള ഓർഡർ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഒരു പെയിൻ എന്ന് പറയുമ്പോൾ ജസ്ഫർ അതിൻ്റെ പെയിൻറ്റിങ്ങിലൂടെ എങ്ങനെയായിരിക്കും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക? ഇല്ല, അങ്ങനെ നമുക്ക് വരച്ച് കാണിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു അബ്സ്ട്രാക്ട് ആകുന്ന സമയത്ത് നമുക്ക് നിറങ്ങളുടെ ഒരു രീതിയിൽ മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്താൽ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല മറ്റൊരാൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാനൊരു എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സൺസെറ്റ് വരച്ചു ഞാൻ. ആ സമയത്ത് എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഞാൻ വിചാരിച്ച അത്ര ആ ഒരു അവസ്ഥയിൽ അത് എത്താത്തൊരു പെയിൻറ്റിങ് ആയിരുന്നു. പക്ഷെ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അത് അന്ന് മലപ്പുറം SI ആയിരുന്നു അത്. അപ്പോൾ അന്ന് പോലീസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. ആ പുള്ളി അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി പുള്ളിക്കാരൻ. അപ്പോൾ എന്നോട് പറഞ്ഞത് അതിലൊരു പെയിൻ ഉണ്ട് എന്നാണ് പറഞ്ഞു. അതൊരു നോർമലി എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കാണുന്ന പോലെയല്ല ഒരു വർക്ക്, ഒരു ആർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ വിചാരിച്ചതാവില്ല മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് വരില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ആളുകളുടെ ഒരു ഫീലിങ്സും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊരു പെയിൻ എന്നുള്ള രീതിയിൽ മാത്രമായിട്ടില്ല, നമുക്ക് എന്താണോ മനസ്സിൽ വരുന്നൊരു ഫീൽ, ആ സമയത്ത് എന്താണോ തോന്നുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. എൻ്റെ പല വർക്കുകളും അങ്ങനെ എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട്. അതായത് ഫുള്ള് മൈൻഡ് ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് ജസ്റ്റ് തുടങ്ങുക. ജസ്റ്റ് നമ്മൾ പെയിൻ്റ് എടുക്കും, എന്താണോ മുന്നിൽ ആദ്യം കാണുന്ന വർക്ക്, നിറങ്ങൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് തുടങ്ങും. അല്ല, മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല തുടങ്ങണം? ഇല്ല, അങ്ങനെ നിർബന്ധമില്ല. അപ്പോൾ ആ ബ്രഷ് എടുത്തിട്ട് എന്താ ചെയ്യാൻ പോണേ? ഒന്നും മൈൻഡിൽ ഇല്ലാതെ തുടങ്ങുന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളത് പല സമയത്തും. അതിൽ ഇപ്പോൾ വേൾഡ് ആർട്ട് ദുബായിൽ എൻ്റെ കുറച്ച് വർക്കുകൾ വെച്ചിരുന്നു 2020. അതിലുള്ള അധിക വർക്കുകൾ അങ്ങനെയായിരുന്നു. അതിൽ ജസ്റ്റ് എൻ്റെ അസോസിയേഷൻ ത്രൂ ആണ് ആ ഒരു വർക്ക് വന്നത്. അപ്പോൾ എല്ലാം പുതിയ വർക്കുകൾ വെക്കണം എന്നും പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ഒരു 12-15ഓളം വർക്കുകൾ നമുക്കതിൽ ഉൾപ്പെടുത്തണം എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് തുടങ്ങുക ചെയ്തത് ഞാൻ. അങ്ങനെ തുടങ്ങി എപ്പോഴോ നമ്മളുടെ ഒരു ഫീലിങ്സുമായിട്ടും നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിലേക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പെയിൻറ്റിങ് തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്കെപ്പോഴോ നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിലേക്ക് വരുന്നൊരു, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. നമുക്കിങ്ങനെ ഈ പറയുന്ന പോലെ ആദ്യം മുതൽ തുടങ്ങി തീരുന്നത് വരെ വളരെ കൃത്യമായിട്ടൊന്നും ഇല്ലാതെ എന്താണ് അപ്പോൾ തോന്നുന്നത് അത് ചെയ്തു പോകാൻ, അതിൻ്റെ ഒരു റിസൾട്ട് വളരെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയായിരുന്നു എനിക്ക്. ഇപ്പോൾ സൂഫി നൃത്തം ചെയ്യുന്ന വരച്ചിട്ടുണ്ട്, കൃഷ്ണനെ വരച്ചിട്ടുണ്ട്, കൃഷ്ണൻ്റെ ആദ്യമൊക്കെ. അപ്പോൾ ഇപ്പോൾ സൂഫിയുടെയൊക്കെ വരകൾ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മൂഡിലേക്ക് പോകാറുണ്ട്. ഇത് വരയ്ക്കുമ്പോൾ അതൊരു ട്രിപ്പ് മൂഡാണ്, അങ്ങനെ ഒരു മൂഡിലേക്ക് എത്താറുണ്ടോ? ഈ സൂഫി ആ പെയിൻറ്റിങ് ചെയ്തത് ശരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ സൂഫി വർലിംഗ് എന്നുള്ള ആ ഒരു പൊസിഷൻ മാത്രമേ ഞാൻ ജസ്റ്റ് അടയാളപ്പെടുത്തി തുടങ്ങി. പിന്നീട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതങ്ങനെ സംഭവിച്ചത്. എങ്ങനെയാണ് അത് ചെയ്യാനുള്ള ഒരു തീരുമാനം, നമുക്ക് അങ്ങനെ ചെയ്യണം തോന്നിയത് എനിക്കറിയില്ല. അതങ്ങനെ ചെയ്തു വന്നപ്പോൾ അതങ്ങനെ ആയിപ്പോയതാണ്. അതൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്തതല്ല. കൃഷ്ണനും രാധയോ? കൃഷ്ണരാധ ശരിക്കും അത് നമ്മൾ റെഫറൽ ഇമേജ് വെച്ച് ചെയ്ത് തന്നെയാണത്. അത് നമ്മുടെ പാരീസ് ലക്ഷ്മി അതുപോലെ സുനിൽ പള്ളിപ്പുറം അവരോട് ചോദിച്ചിട്ട് തന്നെ ചെയ്തതാണത്. അവർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയത്ത് പാരീസ് ലക്ഷ്മി അതുപോലെ സുനിലേട്ടനൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു നന്നായിട്ടുണ്ട് എന്നാണ്. ഭാര്യയ്ക്ക് ആദ്യം വരച്ചു കൊടുത്ത പെയിൻറ്റിങ് അത് വരച്ചയച്ചു കൊടുത്ത പെയിൻറ്റിങ് ഞാൻ അങ്ങനെ ഏതും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവള് എഴുത്ത് ഉണ്ട്, കവിതകൾ എഴുതും. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ കുറേ മുമ്പുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം, അവളുടെ ഒരു കവിതയും എൻ്റെ വരയും, അതൊരു പ്ലാനിങ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 കൊല്ലം പോലെ. നമുക്ക് അതിലേക്ക് ഇരിക്കുമ്പോൾ അതങ്ങനെ മാറിപ്പോവും.
അപ്പോൾ നമുക്ക് പ്രയോറിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. ചില കാര്യങ്ങൾ അങ്ങനെ നീണ്ടുപോകും, അതിനൊരു ടൈം ഉണ്ടാവും എന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഭാര്യയെ ഒരു വരയിലൂടെ നിർവചിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും വരയ്ക്കുക? എനിക്കറിയില്ല, അങ്ങനെ ഒരു വരയിലൊന്നും ഇങ്ങനെ ഇതാക്കുന്നതല്ല. എനിക്ക് അതിൻ്റെ അപ്പുറത്താണ് അവളോടുള്ളൊരു ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു എന്താ പറയുക, എല്ലാം കൊണ്ടും എനിക്ക് എല്ലാ തരത്തിലും സപ്പോർട്ട് തരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്കൊരു വരയിലൂടെ മാത്രമൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ദുബായ് എന്ന രാജ്യത്ത് വന്നത്, ഇവിടെ കിട്ടിയ അംഗീകാരങ്ങൾ? ദുബായിൽ നമുക്കറിയാം, ഇവിടുത്തെ ഒരു ഗവൺമെൻറ്, ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ POD, ഭിന്നശേഷിക്കാരെന്ന് നമ്മൾ പറയുന്നു. ഈ ഒരു കമ്മ്യൂണിറ്റിനോട് ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത്, ഭരണാധികാരികൾ മുതൽ ഇവിടുത്തെ സാധാരണക്കാർ വരെ നല്ല രീതിയിലുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഭരണാധികാരിയെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായും. അപ്പോൾ അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതും അത് അവരുടെ ഒരു നിലപാടിൽ നിന്നാണ്. എപ്പോഴെങ്കിലും കാണുമ്പോൾ എനിക്ക് അവർക്കൊരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ അവരുടെ ഒരു പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങി. അത് അന്ന് വരെ ഞാൻ വരച്ചതിൽ ഏറ്റവും വലിയ വർക്കായിരുന്നു. 15 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് 4 മാസത്തോളം എടുത്തിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് ഫുള്ളായിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ ഹംദാൻ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എന്നെ അവർ പാലസിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പാലസിലല്ല, എമിറേറ്റ്സ് ടവറിൽ അവരുടെ ഓഫീസിലേക്ക്, അവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് പറയും നമ്മുടെ നാട്ടിൽ, അതുപോലെ ഡിസബിൾഡ് പേഴ്സൺ എന്ന് പറയും, പല രീതിയിലുള്ള. ഞാനെപ്പോഴും പറയുന്നത് ഇതെല്ലാം നമ്മുടെ ഒരു എൻ്റെ ഒരു ശരീരവുമായി ബന്ധപ്പെട്ട് അതിനേക്കാണ് ഞാൻ നോക്കുക, ഈ വാക്കുകളെല്ലാം കേൾക്കും. അപ്പോൾ അതിനേക്കാളും ഏറെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് സത്യത്തിൽ നമ്മുടെ ഒരു ഹാർട്ട്, നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു പവറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. രാജു ഹോണർ ചെയ്യാണ്, മാറ്റി നിർത്തപ്പെടുകയല്ല, അനുകമ്പയല്ല, ബഹുമാനിക്കുകയാണ്. അതെ. മറ്റേതല്ല, ഇപ്പോൾ ഞാനത് കുറ്റം പറയല്ല, പക്ഷേ അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സാണ്. ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് തന്നെ നോക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാകും, ഇതെന്നെ പുകഴ്ത്തിയതാണോ തളർത്തിയതാണോ എന്നുള്ളത്. കാരണം എൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതകളെ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുകയാണ് ആ ഒരു വാക്കുമെല്ലാം ചെയ്ത്. ഭിന്നശേഷി എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ ഡിസേബിൾഡ് പേഴ്സൺ, ദിവ്യാംഗൻ പോലും, അത് അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതകളെ വീണ്ടും വീണ്ടും നമ്മളങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു വേർഡ്, അത് നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു പവറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഇവിടുത്തെ ഭരണാധികാരിയുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ് ഈ രാജ്യം കാണുന്നതും നമ്മളെ പോലെയുള്ള ആളുകൾ. അദ്ദേഹം എന്താ ചോദിച്ചേ? അദ്ദേഹം ഒരു ദിവസം തലേന്നാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വഴി നമുക്കൊരു കാണാനുള്ളൊരു അവസരം തരുന്നു. പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ എന്നോട് ആദ്യം പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അത് നമ്മളൊരുപാട് അഭിനന്ദിക്കുകയാണ് ചെയ്തത് ആദ്യം. അപ്പോൾ പിന്നെ കുറേ ഇവിടുത്തെ ഒരു കൾച്ചർ അറിയാലോ, കുറേ പ്രാർത്ഥനകളാണ് അവരുടെ വാക്കിൽ ആദ്യം വരും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. എത്ര സമയം എടുത്തു വരയ്ക്കാൻ എന്നുള്ളതും, അതുപോലെ പെയിൻറ്റിങ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒരു ഫാദറിനോടൊപ്പം നിൽക്കുന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അങ്ങനെ മകനിലേക്കും കൂടി കൊടുക്കുന്ന രീതി, തലയുയർത്തി നിൽക്കുന്ന പോലെ അദ്ദേഹം ഒരു ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ അവരുടെ ഒരു കണ്ണിൻ്റെ ഒരു പൊസിഷൻ ഫ്യൂച്ചറിലേക്കാണ്. അപ്പോൾ അത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ആ ഒരു ഫീലിങ്സ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ 2020 അവരുടെ എക്സ്പോൻ്റെ ലോഗോ വരെ വന്നിട്ടുണ്ട് ആ സൈഡിൽ. അപ്പോൾ എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം അവരുടെ ഒരു മൈൻഡ് എങ്ങനെയാണോ, അവരുടെ ഒരു കാഴ്ചപ്പാടൊക്കെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടെയാണ് കൊടുത്തു. ഉണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. അതേ പുള്ളി എല്ലാം അതിൻ്റെ ഫോട്ടോസൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവരുടെ നാദിൽ ഷേപ്പിൽ അവരുടെ ക്ലബിലാണ് പെയിൻറ്റിങ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് അവിടെ ഉണ്ട്. അവിടുത്തെ പല സ്റ്റാഫും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നു. 4 മാസം ഞാനതിന് വരച്ചു. പിന്നെ അത് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ നിർത്തിയിട്ട് വലിയ ബോർഡിൽ ഏതാണ്ട് 6 മാസത്തോളം എൻ്റെ റൂമിൽ ഞാൻ എന്നും രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങും ഇങ്ങനെ ഫ്രണ്ടിൽ കാണും.
ആ ഒരു വർക്ക് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഏറ്റവും നമ്മളേറ്റവും അടുത്തൊന്നാണ് നമ്മളെ മനസ്സിനോട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. അവർ അത്രയും സെക്യൂരിറ്റി ഉള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ ആ വർക്ക് നിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഫസ്റ്റ് തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അല്ല, ഏതൊരു മലയാളിയെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. തീർച്ചയായും. നമുക്കാരും കാണാൻ പറ്റിയിട്ടില്ലല്ലോ, നമുക്ക് ദൂരം ദൂരം കാണാൻ പറ്റില്ല. നിങ്ങൾ അത്രയും അടുത്ത് സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് കയറിപ്പോവാം? അതറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഞാൻ അങ്ങനെ ഓർക്കും, അത്രയും ഒരു അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആ ഒരു വർക്ക്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് അവിടെ എന്തൊക്കെയോ വർക്കുകൾ നടന്ന സമയത്ത് അവിടുന്ന് ഫുള്ളായിട്ട് അവരുടെ ഇൻറ്റീരിയർ മാറ്റിയിരുന്നു. എന്നിട്ട് ആ വർക്ക് കഴിഞ്ഞ ശേഷം ഈ ഒരു പെയിൻറ്റിങ് മാത്രമാണ് തിരിച്ചവിടെ കൊണ്ടുവന്ന് വെച്ചത് അവർ. അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് കേൾക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് നമ്മളോട് ഇതൊക്കെ പറഞ്ഞു. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം. അംഗീകാരങ്ങൾ എന്തൊക്കെയാണ് തേടിയെത്തേക്കണേ? ഇപ്പോൾ എനിക്ക് ഇതാണ് ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായിട്ടും ഇത് തന്നെ അംഗീകാരങ്ങളാണ്. പിന്നെ അവാർഡുകൾ ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഗോൾഡൻ വിസയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മളതൊരു ആഗ്രഹിച്ചിരുന്നു, ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച ഒന്നായിരുന്നു. ഒരു രാജ്യം നമ്മുടെ ഒരു പ്രൊഫൈൽ നോക്കിയിട്ട്, നമ്മളൊരു ബിസിനസ്സുകാരനല്ല, ഒരു ബിസിനസ്സുകാരന് മില്യൺ കണക്കിന് രൂപയുടെ ദിറംസ് ആവശ്യമുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രൊഫൈൽ മാത്രമാണ്, നമ്മളെന്താണ് ചെയ്യുന്നത് അത് മാത്രമാണ് അതിന് അവർ കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മളത് കൊടുത്ത് 3-ാമത്തെ ദിവസം തന്നെ അതിൻ്റെ അപ്രൂവൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു രാജ്യം തന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, കലാകാരന്മാരെ അംഗീകരിക്കുന്ന രാജ്യം തന്നെയാണ് UAE. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂക്ക ആ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇത് പല വേദിയിൽ അദ്ദേഹം ഇട്ടു. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു നടൻ പറഞ്ഞു, ലൊക്കേഷനിൽ പോയപ്പം ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പം പോയി ജോർജ് മറ്റേ ഷർട്ട് എടുത്തുകൊണ്ട് പോവാ. അപ്പം പലതവണ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. അദ്ദേഹത്തിൽ അടുത്തേക്ക് എപ്പോഴാണ് എത്തിച്ചപ്പെട്ടത്? അത് ഏതാണ്ട് ഒരു 1.5 വർഷം മുന്നെയാണ് ഞാൻ നമ്മുടെ AK മുസ്തഫ ഖാനോട്, അദ്ദേഹം നമ്മളൊരു സുഹൃത്താണ്, മുസ്തഫ ഖാനോട് ഈ ഒരു ആഗ്രഹം പറയുന്നത്. അങ്ങനെ മമ്മൂക്കാനൊന്ന് കാണണം നമുക്ക് ആഗ്രഹമുണ്ട്. മുസ്തഫ ഖാൻ നീ എന്തായാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം നമുക്ക്, കാരണം അവർ തമ്മിൽ നല്ല കണക്ഷനാണ്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പോർട്രേറ്റ് അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണുമ്പോൾ എന്നും നമുക്കൊരു മെമ്മറബിൾ ആവണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്യാനൊരു പോർട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പോർട്രേറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു മാസത്തോളം എടുത്തു. പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ അദ്ദേഹം കുറച്ചൊരു ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അത് ഏറ്റവും വെറൈറ്റി ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടാണ്. ആദ്യം അദ്ദേഹമാണ് ഇടുക, പിന്നെ അതൊരു ട്രെൻഡായിട്ട് മാറും. അപ്പം ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റും കൂടെ അദ്ദേഹത്തിന് വേണ്ടി കരുതാൻ, നേരിട്ട് കാണുമ്പോൾ കൊടുക്കാൻ എന്ന രീതിയിലാണ് അങ്ങനൊരു ആദ്യം അദ്ദേഹത്തിൻ്റെ അളവെല്ലാം എടുത്തു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത പലരേറ്റും കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് അളവ് നമ്മൾ എടുത്തു. അങ്ങനെ ഷർട്ട് തയ്യാറാക്കി പിന്നെ പെയിൻറ്റ് ചെയ്യാൻ ചെയ്തു. ടർബോൻ്റെ പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് മുസ്തഫ പറഞ്ഞാൽ നമുക്ക് എന്തായാലും കാണാം, ജസ്റ്റ് ഒരു സെൽഫി എടുക്കല്ല, എന്തെങ്കിലും കുറച്ചധികം ടൈം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ, അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കണ്ടു ഈ വീഡിയോ കാര്യങ്ങളല്ല, ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന പെയിൻറ്റിങ്സിൻ്റെ പോർട്രേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹം കണ്ടു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കോൾ വന്നു, ഇങ്ങനെ ഹയാത്തിൽ ചെല്ലുന്നു, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ അത് വളരെ കൂളായിട്ട് നമുക്കറിയാലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ കാണുന്നൊരു മുഖമാണ്, കേൾക്കുന്നൊരു ശബ്ദമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആദ്യമായിട്ട് കാണുന്ന പോലെ ഫീൽ ചെയ്തില്ല. അദ്ദേഹം ആ ഒരു രീതിയിലാണ് നമ്മളായിട്ട് നിന്നത്. ഭയങ്കര കംഫർട്ടായിട്ട് നമ്മൾ നിർത്താൻ വേണ്ടി അത് പെട്ടെന്ന് തന്നെ എന്തെല്ലാം എന്നുള്ള രീതിയിൽ വളരെ എത്രയോ ദിവസമായിട്ട് പരിചയമുള്ള ഒരാളോട് സംസാരിക്കണം പോലെ സംസാരിച്ചു. അങ്ങനെ സംസാരങ്ങളുണ്ടായോ, കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഭയങ്കര അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 10 മിനിറ്റാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ആ 10 മിനിറ്റിൽ A to Z കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എങ്ങനെയാണ് അസുഖത്തിൻ്റെ കാര്യങ്ങൾ, ആർട്ടിൻ്റെ കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് മോൻ്റെ കാര്യങ്ങൾ, ദുബായിൽ എന്തൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം ചോദിച്ചു. ഒരു സാധാരണ നമ്മൾ ഏറ്റവും അടുത്തൊരു സ്നേഹമുള്ള ഒരാൾ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ ചോദിക്കുന്നത്. ആദ്യം പെയിൻറ്റിങ് കൊടുത്തു, പിന്നെ ഇങ്ങനെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും ഇട്ടിട്ട് ഫോട്ടോ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അന്ന് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് 1 മാസം 1.5 മാസത്തോളം ആയി. പെട്ടെന്ന് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നു. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ PA ഉണ്ട് ഇവിടെ ദുബായിലുള്ള,
അവരുണ്ട് മമ്മൂക്ക നിങ്ങൾക്ക് ഈ ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ട്, ഫോട്ടോയും വീഡിയോസും അതും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്ത് അതിൻ്റെ ഒരു കറക്റ്റ് ടൈമിൽ അദ്ദേഹം ഒന്നല്ല ഒരുപാട് തവണ ഓർത്തു. അതെ. അപ്പോൾ അത് എത്രത്തോളം വാല്യൂ ചെയ്തു അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വലിയൊരു അംഗീകാരം, അത്രയും വലിയൊരു മഹാനായ ഒരു നടൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയൊരു അംഗീകാരമായിട്ടും നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഇതിനു വേണ്ടി, അതിന് അദ്ദേഹം വാല്യൂ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ. എന്ത് തരത്തിലുള്ള പെയിന്റിംഗ് ആണ്? അക്രിലിക് അക്രിലിക്കാണ്. എത്ര ദിവസം എടുത്തു? ഷർട്ട് ഒരു ദിവസം കൊണ്ട് ചെയ്തു. അത് എന്ത് ക്ലോത്ത് ആയിരുന്നു അത്? മെറ്റീരിയൽ ലിനനാണ്. അപ്പോൾ അത് എത്ര നാൾ നിലനിൽക്കും? അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തായാലും വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അത് നമുക്ക് ഒരു ആർട്ട് വർക്ക് എന്നുള്ള രീതിയിൽ, ഒരു ആർട്ട് പീസ് നമ്മളിപ്പോൾ ഒരു ക്യാൻവാസിൽ ചെയ്യുന്നതിന് പകരം ഷർട്ടിൽ ചെയ്യും. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടാണ് വരച്ചത്? എല്ലാം വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം ചെയ്തതാണ്. മകനെ കുറിച്ച് പറയൂ. മകൻ കെൻസൽ റൂമി, അവനിപ്പോൾ 6 വയസ്സാകാൻ പോകുന്നു. ഇപ്പോൾ UKG പഠിക്കുകയാണ്. നമുക്കെല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെ എല്ലാ നേട്ടത്തിൻ്റെ ഇടയിൽ ഒരു വലിയൊരു നേട്ടം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മളെല്ലാ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫാദർ ഫീലിംഗ് എന്നൊക്കെ പറയുന്നത്, അത് ശരിക്ക് നമുക്ക് ഉണ്ടായി തുടങ്ങുന്നതൊക്കെ അത് വളരെ കൗതുകമുള്ളൊരു അനുഭവം. ഞാൻ എന്നെ തന്നെയാണ് ഇങ്ങനെ നിരീക്ഷിച്ചത്. നമ്മളൊരു ആദ്യം ഒരു മകനായിട്ടാണ് നമ്മൾ ഒരു ഫീൽ ഉണ്ടാകുന്നത്, പിന്നെ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു കുറേ ഒരു ഫീലിങ്സ്, പിന്നെ ഒരു ഫാദർ ഫീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്നിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ലൈഫിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ ചിലപ്പോൾ മാറുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം ലൈഫിൽ എന്നുള്ളത്. അങ്ങനെയുള്ള കുറേ എന്നിൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ടായി അവൻ വന്നതിന് ശേഷം. എന്താ പറയുക, സന്തോഷങ്ങളുടെ ഒരു ഉറവിടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മകൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ. ഇനിയും വരകൾ, പുതിയ തരത്തിലുള്ള വരകൾ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ച് ഇവിടുന്ന് ഓർഡറുകളും കാര്യങ്ങളുണ്ട്, കുറച്ച് ക്ലയൻസിൻ്റെ വർക്ക് ഓർഡറുകളുണ്ട്. പിന്നെ അതിനുശേഷം എനിക്കിപ്പോൾ നമുക്കൊരു ദുബായിലൊരു അടുത്തൊരു വേൾഡ് ആർട്ട് ദുബായിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് മുമ്പിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, വൈഫിൻ്റെ കവിതകൾക്ക് വേണ്ടിയുള്ള ഇലസ്ട്രേഷൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് വർക്കുകളാണ് ഫ്യൂച്ചറിൽ മൈൻഡിൽ വരുന്നത്. വൈഫ് എഴുതിയ കവിതകളെ നിങ്ങൾ വരയിലൂടെ ആളുകളിലേക്ക്? അതല്ല, ഞങ്ങളൊരു എക്സിബിഷൻ ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് ഒരു പെയിൻറ്റിങ് ആയിട്ടും പിന്നെ കവിത എപ്പോഴും അത് എക്സിബിറ്റ് ചെയ്യാറില്ലല്ലോ, പെയിൻറ്റിങ് അല്ല. അപ്പോൾ രണ്ടും നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചെയ്യാമെന്നായിരുന്നു. അതായത് ഒരു സൈഡിൽ കവിതയും ആ കവിതയുടെ മൊത്തം അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പെയിന്റിങ്. മനോഹര സംഭവം, ഒരു കുറച്ചൊരു വെറൈറ്റി ആവുന്നുള്ള രീതി. അപ്പോൾ അതാണ് ഞങ്ങളൊരു ആഗ്രഹം. അത് ദുബായിലാണ് അതിൻ്റെ? അല്ല, അത് ആദ്യം കേരളത്തിൽ ചെയ്യാം. കേരളത്തിലാണ്. അപ്പോൾ ഇനിയും അത്തരത്തിൽ വലിയ വരകളുടെ ലോകത്തേക്ക്, വലിയ നിലകളിലേക്ക് എത്തിച്ചേരട്ടെ. ദുബായിലെ മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിൽ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഉള്ളിൽ വസന്തം കാത്തിരിക്കുകയായിരുന്നു ഓരോ രാപ്പനെയും. മരുഭൂവിൻ്റെ ഗർഭത്തിലൊളിച്ച പച്ചപ്പുകൾ പോലെ നിരാലംബയായ നിശയെ മൂർച്ഛിപ്പിച്ചും പകലുകളെ മരവിപ്പിച്ചും അഹംബോധങ്ങൾക്കുമേൽ ആനന്ദ നൃത്തം ചവിട്ടുന്നു. രാപ്പനി ആത്മസ്നാനമാണ്. അർദ്ധബോധങ്ങളിൽ ഏത് കാവൽമാലാഖയുടെ ശാന്തിഗീതമാണ് ഞാൻ കേൾക്കുന്നത്? ചിറക് കുഴഞ്ഞ എൻ്റെ രാപ്പക്ഷികൾക്ക് അതൊരു താരാട്ടാവുന്നു. ജ്വരവേളയിൽ ഒരദൃശ്യ ശില്പി നമ്മുടെ ഉള്ളിൽ നോഹയുടെ പേടകം പണിയുന്നു. പിത്തം നിറഞ്ഞ കറുത്ത സ്വപ്നങ്ങളുടെ കടലുകൾ താണ്ടി ശുഭ്രവിശുദ്ധിയിലേക്ക് നാം ആനയിക്കപ്പെടുന്നു.